ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളത് ഒരു പഴയ കാലത്തെ ഒരു പടുകൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താള അരിഞ്ഞെടുക്കണം ആദ്യം. അപ്പോൾ താളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കാന്താരി മുളകും കൂടി വേണം. അപ്പോൾ അതും കൂടി ഒന്ന് അറക്കട്ടെ. അപ്പോൾ കാന്താരി മുളകൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ. നല്ല എരിവുള്ള കാന്താരി മുളക് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ താളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കട്ടെ. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി തന്നെ മുറിച്ചെടുക്കണം ആദ്യം. പിന്നെ അതിലേക്ക് ഞാനിതാ പൂളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറുത്ത അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പൂളയും താളും മാത്രമേ വെക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ പൂളിയും താളൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ താളും പൂളൊക്കെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ വലുപ്പത്തിലാണ് ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടോ. കണ്ടില്ലേ. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും, നല്ല ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ താളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ താളിട്ട് കൊടുക്കുക. പിന്നെയാണ് അതിൻ്റെ മേലെയാണ് നമ്മൾ പൂളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൂളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ അത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പൂള വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. താളിൽ വെള്ളം ഉണ്ടാവും. താള് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2-3 വിസിൽ വന്നാൽ മതി കേട്ടോ. പൂളൊക്കെ പെട്ടെന്ന് തന്നെ വേവണ പൂളായതുകൊണ്ട് ഒരു 2-3 വിസിൽ വന്നാൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് വേവുമ്പോഴത്തേന് അതിക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതാ ഞാൻ ഒരു മുറി തേങ്ങ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങ അരക്കാതെ നമുക്ക് വെക്കട്ടോ. തേങ്ങ അരക്കാതെയും ടേസ്റ്റൊക്കെ ഉണ്ടാവും. തേങ്ങ അരച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റാണ്. അപ്പോൾ അതിക്ക് നമ്മൾ അറുത്ത് കൊടുത്തിട്ടുള്ള കാന്താരി ഉണ്ടല്ലോ, കാന്താരി മുളക്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് അരച്ചെടുക്കട്ടോ. നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരക്കണ്ട, ഒന്നിങ്ങോട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നരച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുക്കർ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ, വെന്തുക്കണോ ഇല്ലേന്ന്. നമ്മളെ പൂളയും താളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൂളയെ കയ്യിലുകൊണ്ട് ഒന്നങ്ങോട്ട് ഉടച്ചു കൊടുക്കണം. പൂളൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വേവണ പൂളയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വേവണ പൂള വേണം. നല്ല പൊടിയുള്ള പൂള കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങ കൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കടുവും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ കൂട്ടാനൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ആയിക്കോട്ടെ.
അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങോട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുവോളൊന്ന് ഇട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടാനുണ്ടല്ലോ അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുന്നാൻ, അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കൂട്ടാനാണിത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ കൂട്ടാൻ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നണില്ലേ? നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. താളും പൂളയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ പഴമയുടെ രുചിയുള്ള കൂട്ടാനിവിടെ റെഡി ആയിട്ടോ.